അപ്പോഴേ കാശ്മീർ ട്രിപ്പിൻ്റെ 12ാമത്തെ ദിവസം ഇന്നലെ നിന്ന ഹോട്ടൽ ഇതാട്ടോ, ഹോട്ടൽ സുരൂവ്യൂ. പക്ഷേ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്നിവിടുന്ന് ചിലപ്പോൾ ഇവിടുന്ന് പോകാൻ കൂടില്ല. കാരണം സോജില പാസ് ഇന്നലെ വൈകിട്ട് നല്ല സ്നോഫാൾ ആയത് അടച്ചു. ഏകദേശം പെട്ട പോലെയാണ്. പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അന്ന് വണ്ടി വിടുമോ, ഇനി വിട്ടാൽ തന്നെ ഏത് സൈഡിൽ നിന്നാണ് വിടുക, ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് കാർഗിൽ എക്സ്പ്ലോർ ആയിരിക്കും നമ്മുടെ ലക്ഷ്യം എന്നാണ് തോന്നുന്നത്. 2 യുവമിഥുനങ്ങൾ നിൽക്കുന്നു. അവർക്ക് പറയാനുള്ളത് കേട്ടോളൂ. പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ തുറന്നു വിട്ടാലും ആ റോഡിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കുന്നുള്ള പേടിയാണ്. നമ്മളെ 12 രാവിലെ മുതൽ എന്തൊക്കെയാ പറയുന്നത്? 12 ആന അതിന്റെ തോട്ടിൽ നിന്നാലും ഈ വൈക്കുള്ള ട്രാവലിങ് ഞാൻ നിർത്തി. അങ്ങനെ നമ്മൾ കാർഗിൽ തെരുവുകളിലൂടെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചായ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലുള്ള നടത്താണ്. എടാ അങ്ങോട്ട് അത്രയും ദൂരം ഒന്നുമില്ലല്ലോ, വണ്ടി എടുത്ത് പോരാന്നല്ലേ. ഇന്നത്തെ 12ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിന് വന്നുകൊണ്ട് തന്നെ വീഡിയോ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇവിടെ ഒന്നും കാണാനുമില്ല, പിന്നെ ഇവിടുന്ന് എങ്ങോട്ടും പോകാനുമില്ല. അപ്പോൾ ഇന്ന് മിക്കവാറും ഒരു കുക്കർ കുലുക്കി ഉച്ചയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. രാവിലെ കാർഗിൽ മാർക്കറ്റ് എക്സ്പ്ലോറിങ്. കടകളൊക്കെ തുറന്നാൽ ഈ എക്സ്പ്ലോറിങ് ഇവിടെ നടക്കൂല, നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കടകൾ തുറക്കണതിന് മുമ്പ്, സമയം 9 കേട്ടോ, വേറെ വിഷയം, കടകൾ തുറന്നിട്ടില്ല എന്നുള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് ഈ സമയത്ത് പച്ചക്കറി കട ഓപ്പൺ ആയിട്ടുണ്ട്, മട്ടൺ ഷോപ്പുകൾ, ചിക്കൻ ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. വേറെയുള്ള കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നുള്ളൂ. അതെ, റൊട്ടി, അതിൽ ഫുഡ് ഐറ്റംസിൻ്റെ കടകൾ, അതായത് ചെറിയ കടകൾ കേട്ടോ. വലിയ കടകൾ, നിലവാരമുള്ള അങ്ങനത്തെ റിച്ച് കടകളൊന്നും തുറന്നിട്ടില്ല. സാധാരണക്കാരുടെ കാര്യങ്ങൾ ഒക്കെ തുറന്നിട്ടുണ്ട്. ഇതെന്തായാലും കുറേ നീളമുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ആയി ഇപ്പോൾ ഇതിൽ പോകുന്നേ. ഇവിടെ 1 വേ മാറിയടാ. ഇത് 1 വേ റോഡായിരുന്നു. കാരണം ഒരു സൈഡിൽ പാർക്കിങ്, അങ്ങനത്തെ രീതിയിലൊരു റോഡാണിത്. ഇനി കേട്ടാ നമ്മുടെ എന്തായാലും ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് അതിനൊരു അപ്ഡേറ്റ് വരും എന്നാണ് പറയണത്. ഇത് നമ്മുടെ റോഡ് തുറക്കുന്ന കേസ്, എന്നിട്ട് മാത്രമേ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചും പോകാം അല്ലേ, മുന്നോട്ട് പോയേക്കാം. മാർക്കറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റിൻ്റെ പൾസ് കഴിഞ്ഞിട്ടുണ്ട്. 1 വേ റോഡ് അവസാനിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടി ഇതാ ചെറിയ പുഴയൊക്കെ ഉണ്ട്. ആ, എന്തായാലും കഴിഞ്ഞു, ടൗണ് കഴിഞ്ഞു. ഇനി ഇവിടെ അങ്ങോട്ട് ഗ്രാമങ്ങളാണ്. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ കോൺക്രീറ്റ് തന്നെ കേട്ടോ പണിയണത്. മരം ഇവിടുത്തെ ഇപ്പോഴും അവിഭാജ്യ ഘടകമാണ്. ജനലും അതിലൊക്കെ പുതിയ ബിൽഡിങ്ങിനാണെങ്കിലും മരം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അക്കോമഡേഷൻ ആണോ അത്? അല്ല, ഇത് താമസിക്കുന്ന വീടാണ് അല്ലേ, താമസിക്കുന്ന വീടുകളാണ്. അതായത് നമ്മളെന്താ പറയുക, ഓട്ടം സീസൺ എന്നുള്ള സംഭവം ലേലം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വരുമ്പോഴൊക്കെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ മരങ്ങളിലൊക്കെ ആ യെല്ലോ കളറ് ഇലകളൊക്കെ കാണുമ്പോഴേ നമുക്ക് വിൻ്ററിന് മുമ്പുള്ള തൊട്ട് സമയം എന്നുള്ള ആ ഒരു ഫീൽ ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിൽ പോയിട്ട് അങ്ങനെ പോവാം. അങ്ങനെ പോയിട്ട് മറ്റേ ഭാഗത്ത് നോക്കില്ല വേണ്ട, നമുക്ക് തിരിച്ച് ആ 1 വേനെ അപ്പുറത്ത് തന്നെ പോകാം. മാർക്കറ്റിൻ്റെ ആ സൈഡും കാണാമല്ലോ. ഹെറിറ്റേജ് വില്ലേജ്, ഹണ്ടർമാൻ, LOC വ്യൂ പോയിന്റ്. അവിടെ LOC വ്യൂ പോയിന്റ് ഉണ്ട്. പോയേക്കുന്ന LOC വ്യൂ പോയിന്റ് എത്ര ദൂരം ഉണ്ടാവും? പോവാ LOC വ്യൂ പോയിന്റ് കാണാൻ പോവാ. LOC വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മൾ യാദൃശ്ചികമായിട്ട് LOC വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കുറിച്ച് അവിടെ നിന്ന് ബോർഡിൽ വായിക്കാവുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഒരു 3 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അതായത് 8 മിനിറ്റ് യാത്ര. അപ്പോൾ ഒന്നും നോക്കിയില്ല. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ, ഉച്ചവരെ പരിപാടികളൊന്നുമില്ല. അതറിയില്ലടാ, ലൊക്കേഷൻ മാപ്പില്ലാത്തതുകൊണ്ടേ ചെറിയ ഡൈവേഷൻ വന്നപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ അടിച്ചു. ഇതാ ഈ റോഡാണ് അങ്ങോട്ട് കാണിച്ചത്. എന്തായാലും പോയി നോക്കാം. ഇനി അവിടെ ചെന്നിട്ട് ആർമി തടയോ ഇല്ലെന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. LOC വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റോഡാട്ടോ. ചെറിയ വീതി പറഞ്ഞ റോഡാണ്. ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ളൂ. വ്യൂ ഒക്കെ മറ്റേ സെയിം നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന അതേ സെയിം വ്യൂകൾ തന്നെ കേട്ടോ. പക്ഷേ കുറച്ചുകൂടി മരങ്ങളൊക്കെ വന്നുകൊണ്ട് വേറൊരു വൈബുണ്ട്. മറ്റേത് നമ്മൾ വെറും മൊട്ട കുന്നുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു കാശ്മീർ ടച്ച് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം കാർഗിൽ എന്ന് പറയുന്നത് ലഡാക്കിൽ പെട്ടതാണ്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ
നമ്മളെ ഒരു കുറേ മുന്നോട്ട് പോന്നപ്പോൾ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ വൈബ്. കുറേ കുട്ടികൾ, കുറേ സ്ത്രീകൾ പോകുന്നുണ്ടല്ലേ, കാശ്മീരി സ്ത്രീകൾ. ഒന്ന് ഓണടിച്ചതാ. ഇവിടെ സ്കൂൾ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. MHMHSS ഹയർ സെക്കൻഡറി സ്കൂളാണ്. MHM ഹയർ സെക്കൻഡറി സ്കൂൾ. ഇല്ലേ പോന്നിട്ടില്ലേ? അല്ല അത്രയും പതുക്കെ പോകുന്നത്. ഇവിടെ എന്തായാലും വീടുകളൊക്കെ സെറ്റാണ്. അത്യാവശ്യം ക്ലാസ് വീടുകൾ തന്നെ കേട്ടോ അതൊക്കെ. ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ് റേഞ്ചുള്ള വീടുകൾ തന്നെ കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ LOC വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ടീ സ്റ്റോൾ, അതിൻ്റെ മുകളിൽ ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ പല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ദൂരെ നോക്കി ഇവിടെ കണ്ടല്ലേ ഓരോ പട്ടാളക്കാരുടെ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ മിലിറ്ററി സെറ്റപ്പുകളുണ്ട് ഇവിടെയൊക്കെ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മലമുകളിലും അതുപോലെ കാണാനുണ്ട്. ഇവിടെ കണ്ടില്ലേ ഒരു ബങ്കർ കണ്ടോ. ഇതെവിടെ നിൽക്കുന്ന വെച്ചാൽ ഈ മലൻ്റെ ചെരുവിലാട്ടോ. നമ്മൾ നിന്ന് നോക്കി കാണുന്ന ഈ മലൻ്റെ ചെരുവിലാണ്. പിന്നെയുള്ളത് ഇവിടെ മുകളിൽ, ഏറ്റവും മുകളിൽ ഇവിടെയുണ്ട് കുറേ സംഭവങ്ങൾ. അതായിരിക്കും ഇപ്പോൾ LOC എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ലൈനായിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ താഴത്ത് കണ്ടോ ഒരു ഗ്രാമമുണ്ട്. നല്ല രസമുള്ള, അതായത് ഓട്ടം സീസൺ കണക്കാക്കിയിട്ടുള്ള ഒരടിപൊളി ഗ്രാമം. മരങ്ങളൊക്കെ കണ്ടില്ലേ, എന്താ ഭംഗി. തൊട്ട് സൈഡിൽ കൂടി ഒരു പുഴ ഒഴുക്കുന്നുണ്ട്. അടിപൊളിയായിരിക്കും. പക്ഷേ ഇവരൊക്കെ ആ യുദ്ധസമയത്ത് എങ്ങനെ പിടിച്ചു എന്നുള്ളതാണ് അറിയാത്തത്. കാരണം എന്തായാലും ഈ ഭാഗത്തൊക്കെ നല്ല ഫൈറ്റ് നടന്ന സ്ഥലമായിരിക്കും. കാരണം ബോർഡർ ആയതുകൊണ്ട് തന്നെ. ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴത്ത് ഹെലിപാഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നും വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇന്നലെ നൈറ്റ് വന്ന മാർക്കറ്റിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് വീണ്ടും. പകല് കുറച്ചും കൂടി കാഴ്ച ഭംഗിയുണ്ട്. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ടേ ഓൾമോസ്റ്റ് എല്ലാം അടവാണ്. കടകളൊന്നുമില്ല, പക്ഷെ ജനങ്ങളൊക്കെ പുറത്തുണ്ട്. ഇത് കാവ, ഇതെന്താ ഇത് പാൽ ചായ പോലെ ഉണ്ടല്ലോ. ഉപ്പിട്ട് ചായ കുടിക്കണത് ആദ്യമായിട്ട് കാണാനാണ്. അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്തായാലും നോക്കാം. ഇതൊരു സൂപ്പ് കുടിക്കണ പോലെ. എന്താ ഇത് നംകിൻ ചായ്, ഇത് സാധാ ഉപ്പിട്ട അല്ല ഇത് സാധാ കാവ തൊട്ടിട്ടുണ്ട്. ആ റസ്ക് ഇട്ട കാവ. ഇത് അതിൽ ഓൾറെഡി എന്തോ ഉണ്ട്. ഇതാണ് നംകിൻ ചായ് എന്ന് പറഞ്ഞ സാധനം. സൂപ്പ് കുടിക്കണ പോലെ അല്ലേ. നമ്മളൊരു ബിരിയാണി കട തേടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്തായി നടന്നുകൊണ്ടിരിക്കണം അങ്ങാടി കൂടി. ഒരാളൊരു ചോദിച്ചപ്പോൾ ഒരു ബിരിയാണി കട പറഞ്ഞു. ചോദിച്ച് എത്തിയപ്പോൾ ഏകദേശം ഇപ്പോൾ 1/2 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ബിരിയാണി എങ്ങനെയുണ്ടോ നോക്കട്ടെ. എന്തായാലും 2-3 ആൾക്കാരൊക്കെ വൈകുന്നേരം ചോദിച്ചാലൊക്കെ റെക്കമെൻഡ് ചെയ്തൊരു ഹോട്ടലാണ്. അവിടെ നിന്ന് പോയി നോക്കാം. ഇതാണ് നമ്മൾ തേടി നടന്ന ബിരിയാണി. ഹാഫ് ബിരിയാണി ആട്ടോ ക്വാണ്ടിറ്റി. ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാം. ശരിക്കും ഇപ്പോൾ ഇത് ബിരിയാണിയാണോ മന്തിയാണോ? ഈ ചിക്കനൊക്കെ വെച്ചൊന്നു അല്ലേ, പൊരിച്ചിട്ടൊന്നുമില്ല. നോക്കാം, കഴിച്ചു നോക്കട്ടെ. മന്തി റൈസ് കഴിക്കണ പോലെ അല്ലേ. അതെ, പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല. മന്തി റൈസിൻ്റെ വേറെ വെർഷൻ ബിരിയാണി എന്ന് പറഞ്ഞ് വെക്കണം. ഓക്കെ, നമ്മളെ ഫുഡ് അടി കഴിഞ്ഞ് ഇറങ്ങി. സംഭവം നമുക്ക് ചെറുതായിട്ട് പാളിയാണ്. അത് ഇവിടുത്തെ ഏറ്റവും ബഡ്ജറ്റ് ഫുഡ് ആയിരിക്കും. 75 റുപ്യ ബിരിയാണിക്ക്. അപ്പോൾ അതിനുള്ള ടേസ്റ്റ് അതേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ മോശം മന്തി എങ്ങനെ ഉണ്ടാവും ആ സെയിം സാധനം. അങ്ങനെ ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ നിർത്തിപ്പോയതാണ്. അപ്പോൾ നമ്മൾ തൊട്ട് ചാരിയിട്ട് ഒരു പോലീസ് വണ്ടി
ഹിമാലയ എവിടെ? അങ്ങനെ നമ്മൾ വീണ്ടും കാർഗിൽ മാർക്കറ്റിലേക്ക്. ഇത്തവണ ലക്ഷ്യം ചിക്കൻ വാങ്ങുക. വൈകിട്ടത്ത് ചിക്കന് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. വീണ്ടും അതേ മാർക്കറ്റിൽ അതേ സ്ഥലത്ത് കൂടെ GM മുന്നിൽ ആണെങ്കിലോ ഒപ്പിച്ച് ഫാബ്രിക്കേഷൻ സാധനം കൊണ്ടുപോകുക കേട്ടോ. ഇതെന്താ ഐറ്റം ചെയ്യുന്നേ? എണ്ണക്കടി കബാബ്. ഇമ്പിന് ₹1. അപ്പൊ അവിടെ താമസിക്കുന്ന ആള് ചോദിച്ചോ മോമോസ് ഉണ്ട്. കിലോ കർണാടകത്തിലൊക്കെ കുറിച്ചാ എന്ത്? തമിഴ്നാട്ടിലൊക്കെ മലയാളം ഈ ഇവരെ കല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയായി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചങ്ങായി ചൊറുക്കുന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ചൊറുക്കുള്ള കല്ലുകളൊക്കെ ഉണ്ട്. कबाया मतलब कल आया था वो रास्ता बंद है ना इसलिए इधर पापा जाना है, श्रीनगर जाना है. रास्ता हो गया बंद. അങ്ങനെ നമുക്കുള്ളേ ചിക്കന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1 കിലോ 300 രൂപ. ഇവിടുത്തെ കട്ടിങ്ങും വൃത്തിയും നമ്മളെ GMന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതാ ഇപ്പുറത്ത് ബീഫിൻ്റെ കടയുണ്ട് കേട്ടോ. ബീഫ് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ബീഫൊന്നും ഇവിടെ കിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ വാങ്ങാതെ പോകണം. ലിവറൊക്കെ തൂങ്ങി കളിച്ചിട്ടുണ്ട്. ഇവിടെ ബീഫ് പറയണത് ഈ യാക്കാണ് കേട്ടോ സാധനം. നമ്മുടെ നാട്ടിലത്തെ പശു പോത്തുന്നല്ല. ഇത് കണ്ടില്ലേ മുകളിൽ നിൽക്കുന്ന യാക്കിൻ്റെ പാല് ഈ താത്താൻ്റെ അടുത്ത് നിന്ന് വാങ്ങി കേട്ടോ. ഒരു പാക്കറ്റ് തൈരിന് ₹50. നാടൻ തൈരാണെന്നാണ് പറയുന്നത്. എന്തായാലും വാങ്ങിക്കൊടുക്കും. നമ്മളെന്താ ഉണ്ടാക്കുന്നത്? നമുക്ക് ഈ റൂമാര് അവരുടെ കിച്ചൺ തന്നു എന്തെങ്കിലും ഉണ്ടായിക്കോളൂ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇന്ന് നമ്മള് ഹോട്ടലുകാരെ കിച്ചണിലാണ് കുക്കിങ്. നെയ്ച്ചോറും ചിക്കൻ കറിയും. എന്താണ് സാർ ഉണ്ടാക്കുന്നത്? എന്താണ് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കും. അവിടെ ഉള്ളി അരിയുന്നുണ്ട്. മെയിൻ ഷെഫായിട്ട് നമ്മളാണ്. ഓക്കെ 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 നെയ്ച്ചോറ് ഇനി വൈകാണ്ട് നമ്മളതില് ചിക്കൻ കറി റെഡിയാക്കും. ഓ ഇത് എത്ര വിസിൽ ഇല്ലേ? എന്തൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ? അത് സലാഡ് ചിക്കൻ കറി. ചിക്കൻ കറി എന്തൊക്കെ ഇട്ടിക്കണം? എന്തൊക്കെ ഇട്ടിക്കണം? ഇഞ്ചി വെളുത്തുള്ളി കറാമ്പട്ട പിന്നെന്താ മുളക്. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി കേട്ടോ. നെയ്ച്ചോറ് ബസുമതി റൈസ് വെച്ചിട്ടുള്ള നെയ്ച്ചോറ് കേട്ടോ. ചിക്കൻ കറി അപ്പുറത്ത് ഒരുങ്ങണം. പാത്രത്തിലേക്കും